നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നിന്ന് ഉയരുന്ന ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു ഭരണഘടനയുണ്ട്, ഇല്ലേ? നിയമങ്ങളുണ്ട്, യുക്തിയുണ്ട്. പക്ഷേ ഈ യുക്തിയെയും നിയമങ്ങളെയും മറികടന്ന് ഒരു ഭരണാധികാരി തന്റെ അധികാരവും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി അതീവ രഹസ്യമായി ചില ദുർമന്ത്രവാദങ്ങൾക്കൊക്കെ തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കണ്ട വലിയ ദുരന്തങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരിട്ട തുടർച്ചയായ തിരിച്ചടികൾ, ഇതിനെല്ലാം പിന്നിൽ ഒരു ദുരൂഹമായ പാപപരിഹാര ക്രിയ ഉണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ചിരി വരുന്നുണ്ടാവാം, കോമഡിയായി തോന്നുന്നുണ്ടാവാം. പക്ഷേ കണ്ണൂരിലെ ആ രഹസ്യ റിസോർട്ടിൽ അതീവ രഹസ്യമായി നടന്ന അഷ്ടമംഗല്യ പ്രശ്നം, ആ പ്രശ്നങ്ങൾക്ക് അവിടെ നിരത്തിക്കണ്ട ഫലങ്ങൾ കേവലം ഒരു മുഖ്യമന്ത്രിയുടെ ഭാവിയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് കേരളത്തിന്റെ പൊതുഭാവിയെ തന്നെ ബാധിക്കുന്നതായിരുന്നു. രാശിക്കാരന് കാരാഗ്രഹവാസവും സ്ഥാനഭ്രംശവും കുടുംബത്തിന് നാശവും. എന്നാൽ ഈ ഭീകരഫലങ്ങൾ മാറ്റാൻ വേണ്ടി ജോത്സ്യം നിർദ്ദേശിച്ച പരിഹാര ക്രിയയാണ് നമ്മളെ കൂടുതൽ ഞെട്ടിക്കുന്നത്. അത് മറ്റാരുമല്ല, ലക്ഷക്കണക്കിന് വരുന്ന നിഷ്കളങ്കരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് ഭരണാധികാരിയുടെ പാപം വീതിച്ചെടുക്കാൻ വേണ്ടി, അതായത് പാപഭോജനം, ഈ മഹാപാപം, ശബരിമലയിലെ അന്നദാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സദ്യക്ക് പിന്നിലെ യഥാർത്ഥ ദുരൂഹത എന്താണ്? നിങ്ങളുടെ ഭക്തിയെയും വിശ്വാസത്തെയും സർക്കാർ എങ്ങനെയാണ് വിറ്റ് കാശാക്കുന്നത്? ഈ കറുത്ത സത്യം തുറന്നു കാണിക്കുന്ന വീഡിയോ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഒരു കാലത്ത് ഇരുമ്പ് മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നു. എന്നാൽ 2018 ശേഷം അദ്ദേഹത്തിന്റെ ഭരണവും വ്യക്തിജീവിതവും ഒരു തിരിച്ചടിയിൽ നിന്ന് അടുത്തതിലേക്ക് വീഴുകയായിരുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നോൺ സ്റ്റോപ്പായി അദ്ദേഹം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം തുടക്കം, അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഭവം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാരിന്റെ നിലപാടാണെന്നാണ് പറയപ്പെടുന്നത്. ധർമ്മശാസ്താവിന്റെ കടുത്ത കോപം സർക്കാരിന് മേൽ പതിച്ചുവെന്ന് അന്ന് തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ വിമർശനങ്ങളെ യുക്തി കൊണ്ട് നേരിട്ട സർക്കാർ പിന്നീട് സംഭവിച്ച ദുരന്തങ്ങൾ കണ്ടപ്പോ സ്വന്തം യുക്തിയെ തന്നെ ചോദ്യം ചെയ്യാൻ ഇങ്ങനെ തുടങ്ങി. ചെയ്തതിൽ എന്തെങ്കിലും പിഴച്ചോ എന്ന രീതിയിൽ. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ, കേരളത്തിന്റെ സാമ്പത്തിക നട്ടലൊടിച്ച പ്രളയങ്ങൾ, രാഷ്ട്രീയ തിരിച്ചടികൾ, സ്വർണ്ണക്കടത്ത് വിവാദം, സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ, തുടർന്ന് കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആരോഗ്യത്തിൽ വന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഇങ്ങനെ ചികഞ്ഞു നോക്കാൻ തുടങ്ങി. ഈ പ്രതിസന്ധികൾ ഒരു തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോ ഇത് കേവലം ഒരു രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ പ്രശ്നങ്ങളല്ലെന്നും, മറിച്ച് ഇതിന് പിന്നിൽ ഒരു വലിയ ദൈവിക ശാപമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. ഈ ഭയം മൂർച്ഛിച്ചപ്പോഴാണ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഏറ്റവും ചിലവേറിയതും അതീവ രഹസ്യവുമായ ഒരു ജ്യോതിഷ കർമ്മത്തിനായി അവർ തീരുമാനിക്കുന്നത്. ഇത് എത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല, എങ്കിലും കണ്ണൂരിലെ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് 3 ദിവസങ്ങൾ പുറം ലോകം അറിയാതെ നടന്ന അതീവ രഹസ്യമായ ജ്യോതിഷ കർമ്മം, ഗുരുവായൂരിൽ ദൈവപ്രശ്നം നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചൊരു തന്ത്രിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഈ കർമ്മമാണ് അഷ്ടമംഗല്യ പ്രശ്നം. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഈ ഒരു പ്രതിക്രിയ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി നടത്തിയത്? പ്രശ്നച്ചാട്ടിലെ ഭീകരമായ ഫലങ്ങൾ കേട്ട് മുഖ്യമന്ത്രി ഞെട്ടിയെന്നാണ് റിപ്പോർട്ട്. ആ ഫലങ്ങൾ എന്തായിരുന്നു? ഇത് കേവലം രാഷ്ട്രീയ വിമർശനത്തിന്റെ അപ്പുറം ഒരു ഭരണകൂടത്തിന്റെ വിശ്വാസ ലംഘനം കൂടിയാണ്. ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞതായി കണ്ടു. മുജ്ജന്മ പുണ്യം അമ്പേ തീർന്ന നിലയിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ധർമ്മശാസ്താവിന്റെ കടുത്ത കോപം, അതോടൊപ്പം ബ്രഹ്മരക്ഷസിന്റെ ശാപവും ദോഷഫലങ്ങൾക്ക് കാരണമായി. ആരോഗ്യസ്ഥിതി മോശമാവുക, മാനസിക അസ്വാസ്ഥ്യവും മറ്റു രോഗങ്ങളും മൂർച്ഛിച്ച് ദീർഘനാൾ കിടപ്പ് രോഗിയായി നരകിക്കാനുള്ള യോഗമുണ്ടത്രേ. ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കാമെന്നും മക്കൾക്കും കുടുംബത്തിനും നാശം സംഭവിക്കാനുള്ള യോഗമുണ്ടെന്നും രാശിക്കാരന് സ്ഥാനഭ്രംശവും കാരാഗ്രഹവാസവും വരെ സംഭവിക്കാമെന്നും ഈ ഫലങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹം ഭയന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ആ ഭയം മാറ്റാൻ വേണ്ടി അദ്ദേഹം തേടിയ പരിഹാരമാണ് നമ്മുടെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ തകർത്തെറിയുന്നത്. ജ്യോത്സ്യന്മാരും തന്ത്രിയും ചേർന്ന് നിർദ്ദേശിച്ച പരിഹാര ക്രിയയാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും കറുത്ത അധ്യായം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ജീവനും ആരോഗ്യവും അധികാരവും നിലനിർത്താൻ നിർദ്ദേശിച്ച് ഞെട്ടിക്കുന്ന ക്രിയ. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ കൊണ്ട് പാപഭോജനം നടത്തുക, അതായത് പാപം വീതിച്ചെടുക്കൽ നടത്തുക. ഇതിനായി അവർ കണ്ട വഴി ശബരിമലയിലെ അന്നദാനമാണ്. പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് വീണ്ടും ശബരിമലയിൽ നടപ്പിലാക്കി ഭക്തരെ അതിൽ പങ്കെടുപ്പിക്കുക. അവരുടെ തന്ത്രം ഇതാണ്. മുഖ്യമന്ത്രിയും കുടുംബവും ഈ സദ്യയിലേക്ക് പേരിനൊരു ചെറിയ തുകയ്ക്കുള്ള എള്ളു നൽകും. ഇതുവഴി ശനിദോഷങ്ങളും ധർമ്മശാസ്താവിന്റെ കോപം മൂലമുണ്ടായ പാപഭാരവും ഭക്തരിലേക്ക് വീതം വെച്ച് പോകും. ഇങ്ങനെയാണ് സങ്കല്പം. ഇതൊരു മഹാപാപമാണ്. നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനം വരെ തകർക്കുന്ന നീക്കമാണിത്.
ഭക്തർക്ക് അന്നദാനം നൽകുന്നത് പുണ്യമാണ്. പക്ഷേ ആ പുണ്യകർമ്മത്തെ ഒരു ഭരണാധികാരിയുടെ സ്വന്തം പാപങ്ങൾ ഒഴുക്കിക്കളയാനുള്ള ചാനലായി ഉപയോഗിക്കുന്നത് വിശ്വാസികളോടുള്ള ഏറ്റവും വലിയ വഞ്ചനയല്ലേ? ഈ പാപം വീതിച്ചെടുക്കുന്നതിന്റെ ഫലമായി ഭക്തർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദേഹാസ്വസ്ഥ്യങ്ങൾ, അസുഖങ്ങൾ, സാമ്പത്തിക നഷ്ടം, തൊഴിൽ നഷ്ടം. ഇതൊന്നും ആരുടെയും ശാപമല്ല, ഭരണാധികാരിയുടെ പാപഭാരം നിങ്ങൾ അറിയാതെ ചുമക്കുന്നതിന്റെ ഫലമായിരിക്കും. പിണറായി വിജയന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നത്. ഈ റിപ്പോർട്ടിനെ ശക്തിപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തപ്പോൾ ടെൻഡർ നടപടികൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ധൃതിപ്പെട്ട് സദ്യ വിളമ്പാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ശ്രമങ്ങൾ ഈ അഷ്ടമംഗല്യ പ്രശ്നച്ചാട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന ആരോപണം വളരെ വളരെ വലിയ രീതിയിൽ ശക്തമാണ്. അതുപോലെ തന്നെ അന്നദാനത്തിൽ നൽകുന്ന ഭക്ഷണത്തിൽ എള്ളു ചേർക്കാൻ സാധിക്കുമോ എന്ന് അധികൃതർ അന്വേഷിച്ചിരുന്നതായിട്ടും സൂചനയുണ്ട്. ഈ അന്വേഷണം ജ്യോതിഷ നിർദ്ദേശപ്രകാരമുള്ള പാപം വീതിച്ചു നൽകൽ എന്ന കറുത്ത കർമ്മം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമായിരുന്നുവെങ്കിൽ അത് മറ്റെന്തിനായിരുന്നു എന്ന് കൂടി വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമായിരിക്കെ അതിനെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും പാപപരിഹാര ക്രിയകൾക്കും ഒക്കെ വേണ്ടി യുക്തിസഹമല്ലാത്ത രീതിയിലുള്ള ഈ നീക്കങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേയറ്റം കൂടിയാണ്. ഭരണകൂടത്തിന്റെ പണം ഉപയോഗിച്ച്, ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ദോഷം തീർക്കാൻ വേണ്ടി സാധാരണ ഭക്തരെ ചതിക്കുന്നു എന്നതും നമ്മൾ പറയേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുമാണ് ഇത്തരത്തിലൊരു നീക്കം. ഒരു ജനാധിപത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളം പോലെ ഒരു മതേതര സമൂഹത്തിൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. യുക്തിവാദിയുടെ ഇരട്ടത്താപ്പ് എപ്പോഴും യുക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണാധികാരി തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം വന്നപ്പോൾ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിനും രഹസ്യക്രിയകൾക്കും പിറകെ പോയത് എന്തിനു വേണ്ടിയാണ്? ഇരട്ടത്താപ്പിന്റെ ഇതിലും വലിയ ഉദാഹരണം വേറെയുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അധികാരത്തിന്റെ ഭയം, അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ ഭയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ഭയം ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഭക്തർക്ക് അനീതിയല്ലാതെ മറ്റെന്താണ് ഇവിടെ നേരിടേണ്ടി വരുന്നത്? അയ്യപ്പസ്വാമിയെ തൊഴുത് പുണ്യം നേടാൻ വരുന്ന ഭക്തജനങ്ങളിലേക്ക് ഭരണകൂടത്തിന്റെ പാപം അടിച്ചേൽപ്പിക്കുന്നത് കടുത്ത അനീതിയല്ലാതെ മറ്റൊന്നുമല്ല. ഇത് കേരളത്തിലെ ഓരോ ഭക്തനെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഈ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ കേരളം ഭരിക്കുന്നത് യുക്തിബോധമുള്ള ഒരു ഭരണകൂടമല്ല, മറിച്ച് ഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പാപഭോജനം നടത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവുമാണ്. നമ്മൾ തീർച്ചയായും ഉണർന്ന് പ്രവർത്തിച്ചേ തീരൂ. നമ്മുടെ വിശ്വാസം വിലപേശാനുള്ളതല്ല, നമ്മുടെ ഭക്തി ചൂഷണം ചെയ്യപ്പെടാനുള്ളതല്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.